ഹലോ ഗൈസ്, എനിക്ക് മാത്രമായിട്ടൊരു അസുഖമുണ്ട് ഗൈസ്. വീട്ടിൽ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു മധുരം കഴിക്കാൻ തോന്നും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഉള്ളത് വെച്ച് നമുക്ക് ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. ഉള്ള ഫ്രൂട്ട്സ് വെച്ച് ഒരു ആപ്പിളും ഒരു അനാറും ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് അത് വെച്ച് തട്ടിക്കൂട്ടി ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. അപ്പോൾ വരാം. അതിൽ വെള്ളവും സലാഡ് നമ്മളുള്ളത് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. 1/2 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെക്കുക. പിന്നെ 4 സ്പൂൺ പാലിലേക്ക് 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഡിസോൾവ് ചെയ്ത് എടുക്കുക. നല്ലപോലെ കട്ടയില്ലാത്ത രീതിയിൽ നമ്മൾ നല്ലപോലെ കലക്കി എടുക്കുക. കട്ട കെട്ടിയാൽ നമ്മുടെ സലാഡിൻ്റെ മിക്സ് അതായത് കുളമാകും. അപ്പോഴത്തേക്കും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ പാല് തിളച്ച് വരുമ്പോഴത്തേക്കും ആ കസ്റ്റാർഡ് മിക്സ് നമ്മൾ പയ്യെ ഒഴിച്ച് നല്ലപോലെ വിസ്ക് കൊണ്ട് നല്ല രീതിക്ക് റൊട്ടേറ്റ് ചെയ്യുക. അത് നല്ല കൈ എടുക്കാതെ ഇളക്കുക, അല്ലെങ്കിൽ കട്ടയായി പോകും, കട്ട കെട്ടും. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഷുഗർ ആഡ് ചെയ്യുക. ആവശ്യത്തിന് നിങ്ങൾക്ക് എന്തോരം ഷുഗർ വേണോ അത് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അത് ഒരു റൂം ടെമ്പറേച്ചറിൽ അതിൻ്റെ ചൂട് മാറാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഫ്രീസറിൽ വെച്ച് സെറ്റാക്കുക. അതിന് ശേഷം വേണം നമ്മളത് ഒരു ബൗളിലോട്ട് മാറ്റി അതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാനായിട്ട്. ഒരു ജെല്ലി പുഡിംഗ് കൺസിസ്റ്റൻസിയാണ് വരുന്നത് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്കും. അതിലേക്ക് നമ്മൾ ഏതൊക്കെ ഫ്രൂട്ട്സാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക. ബനാന ആണെങ്കിൽ ബനാന, ആപ്പിളാണെങ്കിൽ ആപ്പിള്. പിള്ളേർക്കൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നല്ലൊരു ഇതാണ്, കൂളാകും രീതിയിൽ നല്ലൊരു റെസിപ്പിയാണ്. സമ്മർ ടൈമിൽ നല്ലൊരു റെസിപ്പിയാണ് ഈ ഫ്രൂട്ട് സലാഡ്. കടയിൽനിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിൽ നല്ലത് നമ്മളിത് ഉണ്ടാക്കി. അതുപോലെ ഫ്രൂട്ട്സ് കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തിയാണ്. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വാനിലയുടെ എസൻസ് കസ്റ്റാർഡ് പൗഡറാണ് നല്ലത്. പൈനാപ്പിളിൻ്റെ അത്ര വരുന്നില്ല, പക്ഷെ വാനിലയുടെയാണ് കസ്റ്റാർഡ് പൗഡർ സൂപ്പർ ഇത് സലാഡ് ഉണ്ടാക്കാനായിട്ട്. പൈനാപ്പിളിൻ്റെ ഫ്ലേവർ വാങ്ങി, പക്ഷെ അത് വാനിലയുടെ അത്രയും വരത്തില്ല. നമുക്ക് ഐസ്ക്രീം ആഡ് ചെയ്യാം ഇതിൻ്റെ കൂടെ, പക്ഷേ ഐസ്ക്രീം ആഡ് ചെയ്തതിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഒന്ന് കഴിച്ച് കാണിക്കാം. അതൊന്ന് കഴിച്ചു, നല്ല സൂപ്പർ. കുറച്ചും കൂടി ഹാർഡാവും. എനിക്ക് ഇച്ചിരി ലിക്വിഡ് ഫോമിൽ വേണം, അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ലൂസാക്കി എടുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ്. വായിലിടുമ്പോഴത്തേക്കും നല്ല ഒരു കൂളിംഗ് ആകട്ടെ, നല്ല അലിഞ്ഞു പോകുക. വെജിറ്റബിളിൻ്റെ അകത്ത് ആ ലിക്വിഡൊക്കെ കയറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്നത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി റെസിപ്പി കേട്ടോ.